കോൺഗ്രസ് ഉണ്ടാക്കിയതെല്ലാം പ്രധാനമന്ത്രി ഇങ്ങനെ വിറ്റ് തുലക്കുകയാണ്. അദ്ദേഹത്തിന് കോൺഗ്രസ് ഉണ്ടാക്കിയ സ്ഥാപനങ്ങളെല്ലാം കണ്ണിന് നേരെ കണ്ടാൽ പിടിക്കില്ല. അതുകൊണ്ട് അദ്ദേഹം സ്വന്തം ഫ്രണ്ടിന് എല്ലാം വിൽക്കുകയാണ്. എന്നിട്ടും വോട്ടിംഗ് മെഷീനുകൾ അദ്ദേഹത്തെ തന്നെ തിരഞ്ഞെടുക്കുന്നു. നിങ്ങളാവണം പ്രധാനമന്ത്രി, നിങ്ങളാവണം ഇന്ത്യയിലെ പ്രധാനമന്ത്രി. ഇന്ത്യയിലെ സകല EVM മെഷീനുകളും അദ്ദേഹത്തെ നീണ്ട 12 വർഷമായി ഇപ്പോഴും പ്രധാനമന്ത്രിയാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിനോ ഇന്ത്യയുടെ കാര്യങ്ങൾ നോക്കാൻ പറ്റുന്നില്ല. അദ്ദേഹം എല്ലാം വിറ്റുതുലക്കുകയാണ്. നിങ്ങൾ എന്തിനാ വോട്ടിംഗ് മെഷീനുകളെ വയ്യാത്ത മനുഷ്യൻ ഇങ്ങനെ പ്രണയിച്ച് കൊല്ലുന്നത്? നിങ്ങൾ വിശ്വഗുരുവിന് വേണ്ടി പുതിയ താജ്മഹൽ ഉണ്ടാക്കുമോ? കോക്രോച്ചുകളെ പേടിയാണോ നിങ്ങൾക്ക്? കൂറകളെ പേടിയാണോ നിങ്ങൾക്ക്? കോക്രോച്ചുകൾ നിരത്തുകൾ കൈയടക്കിയിരിക്കുന്നു. കോക്രോച്ചുകൾ ജാതിഭേദമന്യേ ഇന്ത്യയുടെ നിരത്തുകൾ കീഴടക്കിയിരിക്കുന്നു. നിങ്ങൾ മാന്യമായി ജയിച്ചതാണെങ്കിൽ കോക്രോച്ചിനെ കൂറയെ എന്തിനു പേടിക്കണം? നിങ്ങൾ പറഞ്ഞ വാഗ്ദാനങ്ങൾ പാലിച്ചിരുന്നെങ്കിൽ നിങ്ങൾ കോക്രോച്ചിനെ കൂറയെ എന്തിനു പേടിക്കണം? പാവപ്പെട്ട ജനങ്ങളെ പട്ടിണി കിടക്കാൻ പറഞ്ഞുകൊണ്ട് പാവപ്പെട്ടവരുടെ നികുതി പണം എടുത്തുകൊണ്ട് ലക്ഷക്കണക്കിന് വിലയുള്ള ഭക്ഷണം നിങ്ങളും നിങ്ങളുടെ ആൾക്കാരും ഭക്ഷിക്കുന്നു. പഠിച്ചിട്ടും പണി കിട്ടാത്ത ന്യൂ ജൻസികൾ പ്രക്ഷോഭത്തിലാണ്. അവരുടെ പ്രക്ഷോഭമാണ് നിങ്ങൾ ഈ കാണുന്നത്. ജനങ്ങളുടെ നികുതി പണം ഭക്ഷിച്ചുകൊണ്ട്, ജനങ്ങളുടെ നികുതി പണം എടുത്തുകൊണ്ട് AC കാറിൽ കറങ്ങുന്ന ഒരു ജനസേവകനെയാണ് ഇവിടെ ജൻസികൾ തടഞ്ഞു നിർത്തി പ്രതിഷേധിക്കുന്നത്. കേവലം കൂറയെ അല്ലെങ്കിൽ പാറ്റയെ അല്ലെങ്കിൽ കോക്രോച്ചിനെ പേടിക്കുന്ന BJP RSSകാരുടെ ധൈര്യം ഇത്രയേ ഉള്ളൂ. ഇവരാണ് ഇന്ത്യയിലെ 150 കോടി ജനങ്ങളിൽ 40 കോടി BJP RSSനെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ 110 കോടി ജനങ്ങളെയും ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അധികാരം വെച്ചുകൊണ്ട് അവരെ മർദ്ദിച്ചുകൊണ്ടും ഈ ഭരണാധികാരിയുടെ കൊള്ളരുതായ്മകൾക്ക് പാറ്റയായും കോക്രോച്ചായും കൂറയായും ജൻസികൾ ഇനി ഇന്ത്യയുടെ നിരത്തുകൾ കീഴടക്കും. യാ മോനെ, ധാര വരുന്നത് നമ്മുടെ മമ്മൂക്ക. 75 വയസ്സുള്ള ഈ മുതലിനെ കണ്ടാൽ 16 വയസ്സുള്ള തരുണിമണികൾ വരെ ആഗ്രഹിക്കുന്ന സൗന്ദര്യവും യുവത്വവും. നല്ല സൗന്ദര്യമുള്ള നടന്മാർ ഈ മനുഷ്യന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുത്താൽ പ്രണയാധരമായ തരുണിമണികളുടെ നേത്രങ്ങൾ ഭ്രാന്തമായി ഈ മനുഷ്യന്റെ സൗന്ദര്യത്തിന് അടിമയാകും. അതീവ സൗന്ദര്യമുള്ള നടന്മാർ പോലും ഈ മനുഷ്യന്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാൻ മടിക്കുന്നു. എന്താണ് കാരണം? അവരുടെ സൗന്ദര്യം ഈ മനുഷ്യന്റെ കൂടെ നിന്നാൽ ഇല്ലാതെയാകും. അതന്നെ ലോകം കണ്ടതിൽ വെച്ച് അന്നും ഇന്നും യൗവനം നശിക്കാത്ത ഒരേ ഒരു വയോധികൻ, അതാണ് നമ്മുടെ മമ്മൂസ്. വ്യത്യസ്ത നിലയിലുള്ള അഭിനയം കൊണ്ട് എവറസ്റ്റ് കൊടുമുടിയേക്കാൾ ഹൈറ്റിലാണ് ഈ മനുഷ്യന്റെ സഞ്ചാരം. മമ്മൂക്കായെ കണ്ടപ്പോൾ എൻ്റെ ഉള്ളിലും ഒരു മോഹം, ഒരു കൂളിംഗ് ഗ്ലാസ് വെക്കണമെന്ന്. വെച്ചോട്ടെ, ആരും ചിരിക്കരുത്. കൊള്ളാവാ? അയ്യേ, നല്ല മമ്മൂക്കായുടെ മുമ്പിൽ ഇനി ഒരു സൗന്ദര്യവാൻ ജനിക്കണം അല്ലേ? പൊളിയാണ് നമ്മുടെ മമ്മൂസ്.